Hello guys, welcome back to my channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ടോയുടെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ടോയുടെ ഒഫീഷ്യൽ നെയിം ആണ് മാജിക് കാർ. ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് പേരാണ് BB എന്ന് പറയുന്നത്. അനിയൻ അങ്ങനെ വിളിച്ച് ഇതിൻ്റെ പേരങ്ങനെയായി. ഞങ്ങളിപ്പം ഫുള്ളും ഇതിനെ BB എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വീൽസ് ആണ്, ഇത് ബാക്കിലത്തെ വീൽസും. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല്, കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റിയറിംഗ് വീല്. ഇതാണ് സെൻറ്റർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രണ്ടിലത്തെ വീലിനെയും സ്റ്റിയറിങ്ങിനെ കണക്ട് ചെയ്യുന്നതാണിത്. ഇത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഇടയിലിടാനായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്, പിന്നെ കുറച്ച് വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പാനർ ഉണ്ട് ഇവിടെ, പ്ലാസ്റ്റിക്കിൻ്റെ സ്പാനറാണിത്. ഇത് മുറുക്കാനൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്ട്രോങ് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഹെവിയാണ്. പിന്നെ എല്ലാ വലിയ ടയറിനും ഡബിൾ ബെയറിംഗ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടോയ് തന്നെ ഞങ്ങൾ മുമ്പ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചിരുന്ന് ഓടിച്ചിട്ടും അതിന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു ഇഷ്യൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. ഞങ്ങൾ 4 വർഷമായി ആ ഒരു ടോയ് മേടിച്ചിട്ട്. ഭയങ്കര റഫ് യൂസ് ആയിരുന്നു. ഈ ഒരു സമയത്താണ് ഇതിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു ഇഷ്യൂ വന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഈ 2 വീലുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു ഹോളുണ്ട്, ഇതിൽ വെച്ച് മുറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെക്കുക, ഏത് സൈഡാണെന്ന് നോക്കിയിട്ട്. അതിനുശേഷം ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇത് ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഇടണം. ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മുറുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഈ ഒരു ടയറും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു റോഡ് ഇതിലേക്ക് ഇടണം. ഇതെങ്ങനെയാണ് ഇടുന്നത് നോക്കാം. ഒരു സൈഡിലൊരു ബെയറിംഗ് ഉണ്ടാവും. ആ ബെയറിംഗ് ഇല്ലാത്ത സ്ഥലത്തൊരു നെട്ടുണ്ടാവും, അത് ജസ്റ്റ് ഊരുക. അതിനുശേഷം ഇതിനെ ഈ ഒരു ബെയറിംഗ് ബാക്കിലോട്ട് നിൽക്കുന്ന ബെയറിംഗ് ഇല്ലാത്ത ഭാഗം ഈ അടിയിക്കടെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു സ്ലീവും കൂടി ഇതിൻ്റെ ഇടയ്ക്കടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഇതൊന്ന് ഈ ഒരു ബെയറിംഗ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം. ജസ്റ്റ് എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീലിനെ ഇതിൻ്റെ അടിയിലോട്ട് ഘടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ജസ്റ്റ് നട്ടോട് നൂരുക. എന്നിട്ട് ഈ ഒരു ചെറിയ വീല് ഇതിൻ്റെ ഫ്രണ്ടോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഈ ഒരു ചെറിയൊരു ലോക്ക് പോലെ ഉണ്ട് ഇതിന്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ടൊരു വാഷർ ഉണ്ട്, ഒരു വാഷർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നെട്ടിട്ട് മുറുക്കി കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്ന ഈ ഒരു സ്പാനർ ഉപയോഗിച്ചിട്ട് ഇത് ഫുള്ള് നമുക്ക് ടൈറ്റ് ചെയ്യാം. കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൈ പിടിച്ച് ഒരുമാതിരി കുറച്ചാണ് ടൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒരു ഹോളുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിവിടെ കയറ്റിയിട്ട് അതേപോലെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ടൈറ്റ് ആക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ 2 ഡബിൾ ബാറ്ററി ഇടാനുള്ള സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ ഒരു സ്വിച്ച് വഴി നമുക്ക് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം നോക്കാനുണ്ട്. ഈ ഒരു വെള്ള ലൈറ്റുള്ള സ്ഥലവും പിന്നെ ഈ ഒരു ചെറിയ വീലുള്ള സ്ഥലവും നേരെ നിൽക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനെങ്ങനെ വെക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് വെച്ചിട്ട് 2-3 അടി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അതിനുശേഷം നമ്മൾ നമ്മുടെ വാഷർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നെട്ട് ഉപയോഗിച്ച് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ ഒപ്പം ജസ്റ്റ് ഒരു ക്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഇവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞു.
അപ്പോൾ നമ്മുടെ ബീബി റെഡി. ഇനി നമുക്കിതിന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോവാം. അപ്പോൾ ഇവനാണ് നമ്മുടെ ബീബിക്ക് ഈ പേരിട്ട വിദ്വാൻ.